കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് നടുവട്ടം സ്വദേശി റാണി ഭായിയുടെ തോളിനിട്ട കമ്പി നീക്കം ചെയ്യുന്നതിനിടയിൽ എല്ല് പൊട്ടിയെന്ന പരാതി അന്വേഷിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ന്യൂസ് മലയാളം ഇംപാക്ട്. ലിനറ്റ് വർഗീസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിനറ്റ്, രാവിലെ നമ്മൾ ഈ വാർത്ത കൊടുത്തപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, അനസ്തീഷ്യ എടുത്തു എങ്കിൽ പോലും ചുറ്റിക കൊണ്ടടിച്ചപ്പോൾ ശക്തമായ വേദന എടുത്തു, പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിലപാടിലാണ് അവർ പോയതെന്ന്. ഞാൻ ഓർത്തോയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനും ആ ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം, അല്ലേ? തീർച്ചയായും ലാൽകൃഷ്ണ, സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം ജില്ലാ മെഡിക്കൽ ഓഫീസർ 7 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന ഡിസംബർ 21 നടക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും ഈ ഒരു ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത് റാണിബായിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നിറഞ്ഞ 1.5 വർഷത്തിന് ശേഷം നടത്തിയ ശസ്ത്രക്രിയയാണ്. അതിൽ വിജയിച്ചിട്ടില്ല. ഇനിയും ചികിത്സ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന്. ഇപ്പോൾ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇനി റാണിബായിക്ക് ആവശ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷണറുടെ ഈ ഒരു ഇടപെടൽ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നാണ് റാണിബായി പറയുന്നത്. ലാൽകൃഷ്ണ. ലിനറ്റ് വർഗീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റാണിബായും ഈ വാർത്തയെ കാണുന്നത്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നും തനിക്ക് സംഭവിച്ച വിഷയത്തിൽ കൃത്യമായ മറുപടി നീതിയും കിട്ടുമെന്ന പ്രതീക്ഷയാണുള്ളത്. ലിനറ്റാണ് ആ വാർത്ത നമ്മോട് പങ്കുവച്ചത്.